രാവിലെ തന്നെ നമ്മൾ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2-3 ദിവസം എന്ന് പറയുന്നത് കുറേ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെ കുറേ സംഭവബഹുലമായ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നൊരു ദിവസമാണ് കേട്ടോ. ആദ്യത്തെ തന്നെ എന്താ വെച്ചാൽ കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഈ വണ്ടികൾ മുഴുവൻ ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ 3 ദിവസമായിട്ട് മണ്ഡലകാല മഹോത്സവമാണ് നടക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള തായമ്പകയും കഥകളിയും കുറേ സംഭവങ്ങളുണ്ട്. സോ രാവിലെ മുതലേ അമ്പലത്തിലായിരിക്കും എല്ലാവരും ഈ ഏരിയയിലുള്ളവർ. അപ്പോൾ അതുകൊണ്ടൊന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെയാണ് അച്ഛനും അമ്മയും വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് വിളക്ക് താലം പരിപാടികളുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമുക്കൊരു സംഗീതമുണ്ട്, കല്യാണമുണ്ട്. അങ്ങനെ കുറേ ബഹളമായിട്ടുള്ള 2-3 ദിവസമാണ്. വീക്കെൻഡ് എങ്ങനെ പോകാമെന്ന് ഒരു ഐഡിയ ഇല്ല. സോ പറ്റാവുന്നതൊക്കെ ഞാൻ മാക്സിമം വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിടെയുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് ഈ മണ്ഡലപൂജ മഹോത്സവം നടക്കുന്നത്. 3 ദിവസമായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 20, 21, 22 അമ്പലമൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തു. ഒരുപാട് ആളുകളും ഒരുപാട് പൂജകളും ഒരുപാട് പ്രോഗ്രാംസും അങ്ങനെ എന്താ പറയുക, നല്ലൊരു ശരിക്കും ഒരു ഉത്സവം. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മട്ടന്നൂരൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഈ വർഷം ഇതാ നാട്ടിൽ നിന്നുള്ള തായമ്പകയും പിന്നെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡേ ഈവനിങ്ങിൽ ഇവിടെ തന്നെ ഉള്ളവരുടെ ഭക്തിഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇന്നത്തെ ദിവസം പ്രഭാഷണവും കാര്യങ്ങളൊക്കെയാണ് രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയി വന്നു. രമേശേട്ടനും മിത്തുക്കുട്ടിയും അവിടെ തന്നെ നിന്നു കേട്ടോ. അവർ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പ്രഭാഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈവനിങ്ങിലെ പ്രോഗ്രാം. അത് മാത്രമല്ല ഇപ്പോൾ അച്ഛനും അമ്മയും വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലീനിങ്ങും പരിപാടികളും. ഞാനാണെങ്കിൽ കല്യാണത്തിനുള്ള ബ്ലൗസും നമ്മൾ പിന്നെ ലാസ്റ്റ് മൊമെൻ്റ് ആണല്ലോ എല്ലാതും. അപ്പം ഞാൻ ഈ ഒരു ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഇത് അയേൺ ചെയ്യാനുണ്ട്, കുറേ പരിപാടികളുണ്ട്. സാരി അയേൺ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അച്ഛനും അമ്മയും വരുന്നതിന് മുന്നേ ഞാനിവിടെ ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. ഗീതും ജയനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് 1 മണിക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ അറിയാമല്ലോ നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം എപ്പോഴും എത്തുകയെന്നറിയില്ല. ശരിക്കും നമുക്ക് അമ്പലത്തിൽ അന്നദാനം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ടൈമിംഗ് അറിയാത്തതുകൊണ്ട് ഇവർക്ക് എപ്പോഴാണ് വന്ന് തൊഴാൻ പറ്റുകയെന്നൊന്നും അറിയാത്തതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 1/2 മണിക്കൂറും കൂടെ ലേറ്റായി. അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വീടൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് റെഡിയാക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈവനിങ്ങിലുള്ള പ്രോഗ്രാമും മൊത്തത്തിൽ ഒരു ബിസി ആയിരിക്കും. ഗീതും ജയനും ആദ്യമായിട്ടാണ് നമ്മുടെ വീട് കാണാൻ വരുന്നത് കേട്ടോ. അവർ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാനും മിത്തുക്കുട്ടിയും കൂടി ഇതേ അവരെ വെയിറ്റ് ചെയ്യാണ്. മിത്ത് പുതിയ ഹെയർ സ്റ്റൈലാണ്. പക്ഷേ അപ്പോൾ ഫുള്ളി മുടി കാറ്റ് വരുന്നത് പോലും മിത്തുവിന് ഇഷ്ടമല്ല അല്ല മിത്തു. അപ്പോൾ അവരിപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല ഞാൻ പറയാം, ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ പോയി അന്നദാനം കഴിച്ചു. രമേശേട്ടൻ കഴിച്ചിട്ടില്ല. പോണം എന്നിങ്ങനെ അവരിപ്പോൾ വരും. അവർ ലേറ്റായി പോയി കുറച്ച്. ഭക്ഷണം കഴിക്കാനുള്ള സമയം എത്തി. അവരും പുതിയ വണ്ടി വാങ്ങി, സഫാരി. സോ 2 സഫാരി. അത് പുതിയതാണ്, ന്യൂ വേർഷനാണ്. ഫേസ് ലിഫ്റ്റ് അല്ല മിത്തു? അതാണ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹലോ. അല്ല, ബാംഗ്ലൂരിന് വെച്ച കണ്ണടയാണല്ലോ. കുട്ടാ, ബാംഗ്ലൂരിന്ന് വെച്ച കണ്ണടയാണല്ലോ മറ്റാള്. ആരതതിനത് കാണട്ടെ. ഗോവയ്ക്കാണോ വന്നിക്കണേ? ഹലോ. എവിടെ മാഡി? മാഡി പാവം ബാക്കിൽ തട്ടിയില്ലേ മാഡി? അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും പാവം. ഒരു പരിഷ്കാരി ഉണ്ട് ഇവിടെ. അയ്യോ, ഒരു പരിഷ്കാരി. കണ്ടുപിടിക്കും ബാത്റൂം. അതാണ് ബാത്റൂം. മിത്തുക്കുട്ടി ഇപ്രാവശ്യം വെക്കേഷൻ ആവാൻ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ലതാ ഇവർ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വെക്കേഷൻ കണ്ടത് ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായി കണ്ടിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വന്ന മാറ്റങ്ങളും ഇതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബാംഗ്ലൂരിന് സ്പെഷ്യലായിട്ട് ഗീതുവിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ പ്ലം കേക്കും പിന്നെ ഇതാ കുറേ എന്താ പറയുക സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബാണ് കേട്ടോ. അപ്പോൾ ജയൻ പുറത്തേക്ക് പോയ സമയത്ത് കൊണ്ടുവന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന്
പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ചോറും കൂട്ടാനും, അമ്പലത്തിൽ പ്രോഗ്രാമൊക്കെ നടക്കില്ല, അപ്പോൾ വെജിറ്റേറിയൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 days ആയിട്ടുള്ള അവരുടെ ജേർണി ആണല്ലോ. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെയും വിശപ്പ് എന്ന് പറഞ്ഞിട്ട് പ്ലം കേക്ക് മുറിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഗീതിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലം കേക്കാണ്. നല്ല അടിപൊളി ശരിക്കും ഒറിജിനൽ പ്ലം കേക്ക്. ഇപ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് കുറേ പ്ലം കേക്ക്, രംഷയുടെ മുന്നേ വാങ്ങിച്ചു കൊണ്ടുവന്ന പ്ലം കേക്ക്, അത് കഴിഞ്ഞ് ലൈറ്റിൻ്റെ പ്ലം കേക്ക്, ഇപ്പോൾ അതേ ഈ പ്ലം കേക്ക്, ഓരോന്നും ഓരോ ടേസ്റ്റാണ്. എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പല ഡിഫറെൻറ്റ്. ഇത് ശരിക്കും ആ ഒരു ഒത്തൻറ്റിക് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന കാരണം എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി ഇതേ എണീറ്റ് ചായ കുടിച്ച് നമ്മളിപ്പോൾ ധൃതി പിടിച്ച് പോവുകയാണ്. ഇന്ന് സംഗീത് നൈറ്റ് ആണ് കേട്ടോ. എൻ്റെ ഈ ഒരു റൂമിൻ്റെ തീമുമായിട്ട് മാച്ച് ചെയ്തൊരു ഡ്രസ്സ് അല്ലേ, അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു സംഗീത് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഒരു പേസ്റ്റൽ കളർ ഒരു ഡ്രസ്സ് കിട്ടും. അപ്പോൾ എല്ലാവരും അവിടെ റെഡി ആവുന്നുണ്ട്, തകൃതിയായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഇവിടെ ഡബിൾ തായമ്പക അമ്പലത്തിലുള്ള ദിവസമാണ്, താലമുള്ള ദിവസമാണ്. വേഗം പോയിട്ടൊന്ന് റെഡി ആവട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് റെഡി ആവുന്നുണ്ട്, അപ്പം ഞാനും പോയിട്ടൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മൾ സംഗീതത്തിന് പോണതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതൊന്ന് കണ്ടു. കാരണം നമുക്കൊരു മനസ്സമാധാനമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്കാൾ എന്നുള്ള രീതിയിൽ അത്രയും ഗംഭീരമായിട്ട് എല്ലാവരും ഒരു മനസ്സോടെ നിന്ന് ആഘോഷിച്ചതാണ് കേട്ടോ ഈ ഒരു പൂജാ മഹോത്സവം എന്ന് പറയുന്നത്. താലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒന്ന് കണ്ടു നോക്കാം അല്ലേ മുംബൈയിലെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ താലപ്പൊലിയും തായമ്പകയൊക്കെ ചെറുതായിട്ട് കണ്ടിട്ട് ഞങ്ങളത് ഓടി വന്നു. ഇനി സംഗീതത്തിന് പോകാനുള്ള ഇവിടെ മേക്കപ്പിലാണ്. അപ്പോൾ അമ്മ ഓൾറെഡി റെഡിയായി. അപ്പോൾ ഞാനും ഗീതും സംഗീതം ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു സാധാരണ ഒരു ഡ്രസ്സ് ഇടാം എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഗീതുവിന് പണ്ട് മുതലേ ഞാനാണ് കേട്ടോ റെഡിയാക്കി കൊടുക്കുക. ഞങ്ങൾ രണ്ടുപേരും ടോട്ടൽ ഓപ്പോസിറ്റ് സ്വഭാവമാണ്, എല്ലാം കൊണ്ടും ടോട്ടൽ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ എല്ലാ ക്യാരക്ടേഴ്സും. അവൾക്ക് ഈ മേക്കപ്പും കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാനാണ് പണ്ടാണെങ്കിലും പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഞാൻ പൗഡർ, എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഒരുക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരുക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനിപ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മേക്കപ്പാണ്. ഞാൻ എപ്പോഴും പറയണ ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ലെങ്കിൽ കൂടെ ഇങ്ങനെ ഒരുക്കി കൊടുക്കാൻ എനിക്ക് അറിയുന്ന പോലെ ഒരുക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമയം വൈകി. അത് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അവൾ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഹെയറൊക്കെ കിട്ടാൻ വന്നത്. അപ്പോൾ എനിക്ക് അവളത് ചെയ്തപ്പോൾ പിന്നെയും ഒരു കൺഫ്യൂഷൻ എൻ്റെ ഹെയറും കേളിൽ നിന്നൊന്ന് മാറ്റണമല്ലോ എന്ന് പിന്നെയും തോന്നി. പക്ഷേ എൻ്റെ ഹെയർ അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ വല്ല ബഹളം കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറയുന്ന ബഹളമാണ് കേൾക്കുന്നത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേറെ ഒരു ഓപ്ഷനുമില്ല. ഈ ബഹളത്തിൻ്റെ നടുവിൽ തന്നെ ഇരുന്ന് കൊടുക്കണം. എവിടെ ഇരുന്ന് അടച്ചിട്ടാലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ദ പാർക്ക് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു സംഗീത് നൈറ്റ്. അപ്പോൾ അവിടെ നമ്മൾ എത്തി. ഇതാ മിത്തുക്കുട്ടിയും എല്ലാവരും ഇതാ അവിടെ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അത് സംഗീത് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ, ഡാൻസും പാട്ടും ഫുഡും ബഹളവും ഇതൊക്കെ തന്നെയാണല്ലോ സംഗീത് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മുടെ നമ്മുടെ ഫിഗർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചക്കരി പണിയൊന്നും കാണിക്കുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഫംഗ്ഷൻ എന്താന്ന് പോലും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത് വിചാരിക്കുന്നുണ്ടാവും. സംഗീത് നൈറ്റ് ഞാൻ പറഞ്ഞ പോലെ വേറെ ഒന്നുമില്ല, ഡാൻസ് പാട്ട് പരിപാടികൾ, എല്ലാവരും എൻജോയ്മെൻറ്റ്, ഫുഡടി ഇതൊക്കെ തന്നെയാണ്. പിന്നെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മളെ മാത്രം കാണിക്കുന്നത് കേട്ടോ. കാരണം നമ്മളൊരു സോഷ്യൽ ഗാദറിങ്ങിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു പൂരം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ പോയിട്ട് എല്ലാവരും കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആളുകൾ പെടുന്നത്
ഇറ്റ്സ് കോമൺ ആണ്. പക്ഷെ ഒരാളുടെ പ്രൈവറ്റ് സ്പേസിൽ പോയിട്ട് നമ്മൾ പ്രൈവസിയിൽ കൈ കടത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഇതിലൊക്കെ പോകുമ്പോൾ മാക്സിമം ഒന്നെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്നെ മാത്രം കാണിക്കും, അല്ലെങ്കിൽ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് ഒഴിവാക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ജസ്റ്റ് പോയി എൻജോയ് ചെയ്തിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാം. അത് ഒരു എല്ലാവർക്കും പ്രൈവസി ആഗ്രഹമുള്ളവരാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഗംഭീര പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഒരുപാട് ലേറ്റായിട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സംഗീതവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഗീതു രാവിലെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. രമേശേട്ടനും അച്ഛനും അമ്മയൊക്കെ നേരത്തെ വന്നു പോയി. ഇന്ന് സഹസ്രാർച്ചന അല്ലേ, ഇന്ന് അവിടുത്തെ അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അഷ്ടപതി കേൾക്കാൻ നിങ്ങൾക്ക് ബാക്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉച്ച വരെ നമ്മൾ ഫ്രീ അല്ല, ഇന്നാണ് കല്യാണം. സോ ഞങ്ങളിപ്പോൾ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോയി ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് പോയതിന് ശേഷം ഈവനിങ്ങിൽ ഇവിടെ കഥകളിയുണ്ട്, അതിന് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ ഗംഭീര പരിപാടിയാണ്, നല്ല രസമുണ്ട്. ഇവിടെ ആ വിളക്കും ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പരിപാടിയാണ് ഫുൾ ടൈം. ഒരു കല്യാണത്തിന് പോകാനുള്ള ബഹളമുണ്ട്. ഇവളുടെ പേരൊക്കെ ആര് താജ്മഹൽ പണിക്കും, പണിത് നേരെ വൈകിയപ്പോ എല്ലാം കൂടെ എടുത്ത് പൊത്തി അവസാനം ഒന്നും കിട്ടോ വായിക്കാം. മുടി കെട്ടിയിട്ടില്ലേ എങ്ങനെ ഇട്ടൂലേ, എനിക്ക് ആ സിനിമ ഓർമ്മ വരുന്നേ. അതിട്ട് മാറി നിൽക്കാറില്ലേ ദിലീപും പറക്കുത്തലകയില് ഞാൻ റെഡിയാക്കി തരാന്ന് പറയില്ലേ, അതുപോലെ എന്തൊക്കെയോ ചെയ്യണ നിൽക്കേണ്ട അറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് മേക്കപ്പ് ഇടലല്ല, മേക്കപ്പ് ഒഴിക്കലാണ്. എല്ലാം കൂടെ വാരിക്കുന്നുണ്ട്. അവിടെ ആകെ ബഹളമാണ്, ഒന്നും നോക്കരുത്, എല്ലാവരും കൂടി. അപ്പം ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് ഉടുക്കണം എന്ന് വിചാരിച്ച ഈ സാരി ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. പക്ഷെ ഇത് കല്യാണത്തിന് മാച്ച് ആവുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മളന്ന് ഒരു കോട്ടൺ സാരി എടുത്തില്ല, എന്തോ എനിക്ക് കോട്ടൺ സാരി ഉടുക്കാൻ തോന്നി. പട്ട് സാരി ഒന്നും കല്യാണത്തിന് ഉടുക്കാൻ തോന്നിയില്ല, കാരണം ഞാൻ ഈ സാരി ഇതുവരെ ഉടുത്തിട്ടില്ല. അപ്പം എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. പക്ഷെ എടുത്തു വന്നപ്പോൾ എനിക്ക് കല്യാണത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു സാരി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാരിയാണ് ഞാൻ ആദ്യം ഉടുക്കാൻ വിചാരിച്ചത്. ഇത് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന്, ലക്ഷ്മിയുടെ കല്യാണത്തിന് ഉടുത്ത സാരി, നല്ല ഇഷ്ടപ്പെട്ട സാരി കേട്ടോ. ഇത് സംഭവം നല്ല അടിപൊളി സിൽക്ക് സാരിയാണ്. പക്ഷെ ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഉടുത്ത് ഫോട്ടോയിലൊക്കെ വന്നതല്ലേ, അപ്പോൾ വിചാരിച്ചു വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ സാരി ഉടുത്തു. എങ്ങനെയുണ്ട്? ഗീതുവിൻ്റെ നല്ല സാരി കേട്ടോ, ഇതെനിക്ക് അടിച്ചു മാറ്റായിരുന്നു തോന്നി. നല്ല സിൽക്ക് സാരി ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഒരു ഭ്രാന്ത് കയറി ഉടുത്തതാണ്. അപ്പം ഇനി മുടിയും കൂടെ ഉള്ളൂ. ആ മാലിയും കമ്മലും വളയൊക്കെ ഉണ്ട്. അയ്യോ കുറേ മണിയുണ്ട്. അവസാനം ജ്വല്ലറി ഒക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് പൊട്ടൊക്കെ തൊട്ടപ്പോൾ എനിക്ക് ഈ ഒരു സാരി അത്യാവശ്യം നല്ല രീതിയിൽ, ഒരു നോർമൽ കോട്ടൺ സാരി അല്ല, അത്യാവശ്യം ഒരു ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റിയ ഫീൽ തോന്നി കേട്ടോ. ഓൾ സെറ്റ്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കല്യാണത്തിന് പോകാൻ റെഡിയായി. ഞാനും റെഡിയായി. ഹെയർ എന്ത് ചെയ്യണം എന്ന് യാതൊരു ഐഡിയയില്ലാത്തതുകൊണ്ട് നാടൻ സ്റ്റൈലിൽ അങ്ങോട്ട് ബാക്കിലേക്ക് പിന്നിട്ട് അങ്ങോട്ട് കെട്ടിയിട്ടു. വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ വെഡ്ഡിങ്, എന്താ പറയുക, പുറമെയാണ് ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ മുല്ലപ്പൂ നമ്മുടെ ആ പണ്ടത്തെ സ്റ്റൈലിലില്ലേ, അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വരുന്നവർക്ക് ഇവിടെയാണ് നമ്മുടെ വെഡ്ഡിങ് ഒക്കെ നടന്ന്. വെഡ്ഡിങ് കഴിഞ്ഞിട്ട് പിന്നെ മേലെ AC ഹാളിലേക്ക് പോയി. ഇതും ഇന്നലത്തെ സംഗീതം നടന്ന ദ പാർക്ക് ഹോട്ടലിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ വെഡ്ഡിങ്. ആ ഒരു സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാക്സിമം കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ്. ഇതൊക്കെ ഓൺലൈനിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിത്തുക്കുട്ടിയുടെ ഡ്രസ്സെല്ലാം ഓൺലൈനിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ഗീതുവിൻ്റെ സാരി ആയാലും ഒക്കെ, അല്ല ഗീതുവിൻ്റെ സാരി ഓൺലൈനിലല്ല, മുന്നേ ലക്ഷ്മിയുടെ കല്യാണ സമയത്ത് എടുത്തിട്ടുള്ള സാരിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സദ്യ. പിന്നെ വളരെ കുറച്ച്, ഇവിടെയൊക്കെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരായിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. സദ്യ നമ്മുടെ നാടൻ സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു, മുംബൈയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അവരുടെ കൂടെ ഫോട്ടോയും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. അതായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ്. വേഗം പറഞ്ഞ പോലെ വേഗം ഒഴിവാവുമല്ലോ, നമ്മൾ ചെല്ലുന്നു. അധികം ആളുകളൊന്നുമില്ലായിരുന്നു, വളരെ കുറച്ച് ആളുകളൊക്കെ ഉള്ള ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേ.
അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി നന്നായിട്ടൊന്ന് ഉറങ്ങി റെസ്റ്റ് ചെയ്ത് ഈവനിങ് ആയപ്പോൾ എല്ലാവരും പുറത്തു പോകുക. കാരണം ഈ പറഞ്ഞ പോലെ വെക്കേഷനാണ്, വളരെ കുറച്ച് ദിവസത്തിനാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ചില ദിവസം വർക്ക് ഫ്രം ഹോമൊക്കെയാണ് ഇവർ. അപ്പോൾ ഉള്ള ദിവസം നമ്മൾ മാക്സിമം പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഈവനിങ് ചായ ഒന്നും ഉണ്ടാക്കില്ല, ചായ കുടിക്കാം, എല്ലാവർക്കും DJ വടാപ്പാവ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വടാപ്പാവ് കഴിക്കാൻ നമ്മുടെ സ്വന്തം DJ വടാപ്പാവിൽ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് കറങ്ങാം, ഈവനിങ് ആകുമ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇന്ന് രാത്രിയാകുമ്പോൾ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട്, അപ്പോഴേക്കും തിരിച്ചെത്തണം. അപ്പോൾ മേലൊക്കെ കഴുകി അമ്പലത്തേക്ക് എത്തണമല്ലോ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് കറങ്ങാമെന്ന് വിചാരിച്ച് ചായയും വടാപ്പാവൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെയുള്ള ഏറ്റവും അടിപൊളി വടാപ്പാവ് എന്ന് പറയുന്നത്, DJ വടാപ്പാവ്. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഒരു വടാപ്പാവ് ആണ്. പൊതുവേ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഹൈജീൻ്റെ കാര്യമാണെങ്കിൽ നമുക്കൊരു ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണെങ്കിൽ ഒരു മനസ്സിനൊരു പിടിക്കുന്ന ഒരു സംഭവം എന്നുള്ളതുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സ് പിടിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്കൊക്കെ ഇതായിട്ട് ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കൊണ്ടുപോകുമ്പോഴും പൊതുവേ ഇവിടെ ഉള്ളവരെല്ലാവരും പറയുന്നത് DJ വടാപ്പാവാണ് നല്ലത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും നമ്മളിവിടെ പോവാറുണ്ട്. ഒരു കൊല്ലമായി അല്ലേ, ബാംഗ്ലൂർ കിട്ടില്ല വടാപ്പാവ് കിട്ടും, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം. ഇവരൊരു കൊല്ലമായി. ഇനിയുണ്ട് ലസ്സി, വടാപ്പാവ്, ഇത് സെക്കൻഡറി. അല്ല നമ്മളെന്താണാവോ രണ്ടാമത്, ഇവരൊക്കെ രണ്ടാമത് വാങ്ങി DJ വടാപ്പാവ്. അതേപോലെ പാനിപ്പൂരി അല്ലേ, പാനിപ്പൂരി അവൾക്ക് പോയി വെക്കാറുണ്ട്. ഒക്കെ മനസ്സിലായി വ്യത്യാസം. അതെന്താ അറിയോ, പാനിപ്പൂരിയുടെ ഉള്ളിലത്തെ ഫില്ലിങ് 2 തരത്തിലുണ്ട്. ഇവിടുത്തെ ഇഷ്ടമല്ല, ജയന് ഇവിടെ ഇഷ്ടമായത് പറഞ്ഞു. അല്ല ബാംഗ്ലൂർ ഇഷ്ടമായത്. അപ്പോൾ DJ വടാപ്പാവുന്ന നമുക്ക് ചായ കിട്ടിയില്ലേ. പണ്ടൊക്കെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചായ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാതെയാണല്ലോ വന്നത്. അപ്പോൾ നമുക്ക് ചായ ഇല്ലാത്തൊരു പരിപാടിയില്ല. അത് മാത്രമല്ല വടാപ്പാവിൻ്റെ കൂടെ ശരിക്കും ചായ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. തൽക്കാലം അതില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അടുത്തുള്ളത് തന്നെ ഒരു ചായക്കട, നല്ല ഇങ്ങനെ കട്ടിങ്സ് കിട്ടുന്ന ചായ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള അതൊരു ചെറിയൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി. അത് കഴിഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ നടക്കാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടും സംഭവങ്ങളൊക്കെ കണ്ടിട്ടും ഒക്കെ നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉലാത്തും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു 1 അവർ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്, പ്രത്യേകിച്ച് ഷോപ്പിംഗ് കാര്യങ്ങളെന്നല്ല, ആ ഒരു വൈബ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരുകാർക്ക് ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല തണുപ്പ്, വിൻ്ററാണ്. അപ്പോൾ ആ ഒരു തണുപ്പിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. കാരണം ഈവനിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ കഥകളിയുള്ള ദിവസമാണ്. സോ ഇന്ന് കുചേലവൃത്താണ് കേട്ടോ കഥകളി. അപ്പോൾ നമുക്ക് കഥകളി കാണാൻ വേണം. അതിന് മുന്നേ നമുക്ക് മേലൊക്കെ കഴുകി അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ കഥകളി കാണാൻ വേണ്ടി പോവുകയാണ്. നല്ല തിരക്കാവും എന്നറിയാം, കാരണം ഇങ്ങനെ നാട്ടിൽ നിന്നുള്ള പ്രോഗ്രാംസും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഫസ്റ്റ് തന്നെ പോയി സീറ്റ് പിടിച്ചാലാണ് നല്ല രീതിയിൽ കാണാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നിർജരവർജനാത്മമഹിഷി നേത്രയുഗസീപനി പിരണ്ടു കുചേലനും കൃഷ്ണനും തമ്മിലുള്ള രംഗങ്ങളും ഒക്കെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വർണ്ണിക്കായിരുന്നു. ചെറിയ കുട്ടിയാകുമ്പോൾ അത്ര മനസ്സിലാവാത്തൊരു സംഭവമായിരുന്നു ഈ കഥകളി. പക്ഷെ വലുതായി 1-2 പ്രാവശ്യം കണ്ടു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇത്ര രസമുള്ളൊരു കലാരൂപമാണെന്നുള്ളത് മനസ്സിലായിട്ടോ. അതും നല്ല എന്താ പറയുക, പറയാൻ വാക്കിലെ പകുതിയും ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. ജയ മാധവ വിഷ്ണു
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രസത്തിൽ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പോലും ഞാൻ മറന്നുപോയി. കാരണം എല്ലാവരും അങ്ങനെ എന്താ പറയുക അതിൽ ലയിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാം. അത്ര അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു, വാക്കുകളില്ല, അത്രയും നന്നായിരുന്നു, വേർത്തായി എന്ന് പറയാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 3 ദിവസത്തെ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു സ്കെഡ്യൂൾ നന്നായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വീഡിയോ എടുക്കാൻ ഈ ബഹളത്തിന് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും പറ്റാവുന്ന അത്ര നിങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി വേറെ ദിവസങ്ങളിൽ വേറെ നല്ല നല്ല വ്ളോഗുമായിട്ട് കാണാം കേട്ടോ. ബൈ.